കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വ്യാഴാഴ്ചയാണ് ഞാൻ ഷമാനികാർ മൈലാഞ്ചിപ്പൊടി തേച്ചത് കേട്ടോ. സാധാ മൈലാഞ്ചിപ്പൊടി പോലല്ല ഇത്, ഇച്ചിരി ബ്രൗണും കൂടെ കൂടിയ കളറാണ്. മറ്റേത് കരിമ്പച്ചയാണ്. പക്ഷെ ഇതിനകത്ത് ഇതാ പടം കാണിച്ചിരിക്കുന്നത് കണ്ടോ, എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്? മൈലാഞ്ചിപ്പൊടി ഉണ്ട്, നെല്ലിക്ക ഉണ്ട്, എന്തൊക്കെയാ ഏതാണ്ടൊക്കെയോ ഉണ്ടല്ലേ. നമുക്ക് ഇതിനകത്തെ പടം കാണിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല, എന്തൊക്കെയോ ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട് കണ്ടോ. നെല്ലിക്കാപ്പൊടിയുണ്ട്, അല്ല നെല്ലിക്ക കാണിച്ചിട്ടുണ്ട്, വേറെ എന്തൊക്കെയോ അറിയാൻ മേലാത്ത പടങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പം നമ്മൾ 2 ആഴ്ചയോളം ആകുന്നില്ലേ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച. എല്ലാ വ്യാഴാഴ്ച ആഴ്ചയിലൊന്ന് ഇടാനല്ലേ ഞാൻ നിങ്ങളോട് ഉപദേശിച്ചേ. അപ്പം ഞാൻ ആദ്യമായിട്ടായിരുന്നല്ലോ അന്ന് ഇടുന്നത്, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വ്യാഴാഴ്ച. അപ്പോൾ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഇടാനായിട്ട് എനിക്ക് തിരക്കായതുകൊണ്ട് ചെയ്തില്ല. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ ഇന്നങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചേ. ഞാനപ്പം കുളിയൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇതിപ്പം സന്ധ്യയായി കേട്ടോ. ഞാൻ ഓർത്ത് കലക്കിയെല്ലാം അങ്ങ് വെച്ചേക്കാം, നാളെ എന്നിട്ട് നമുക്ക് രാവിലെ അങ്ങ് തേച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ കുളിക്ക് മുമ്പായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴുകിക്കളയാം. ജോലി ചെയ്തുകൊണ്ട് അതങ്ങ് ഇരിക്കുമ്പോൾ 2 മണിക്കൂർ തലയിൽ പിടിച്ചിരുന്നോളും. 1 മണിക്കൂർ മതി, 2 മണിക്കൂറാണ് അത്രയും നല്ലത്. അപ്പോൾ പകൽ രാവിലെ അങ്ങ് തേക്കുമ്പോൾ നമുക്ക് 2 മണിക്കൂറൊക്കെ ഇരിക്കാമല്ലോ. അതായത് നമ്മൾ ജോലി ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ നമുക്കതങ്ങ് തലയിൽ പിടിച്ചോളം, നമ്മൾ അറിയണ്ട, ചുമ്മാ കുത്തിപ്പിടിച്ച് ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, സമയം മെനക്കെടുത്തണ്ട. അപ്പോൾ ഇന്ന് വൈകിട്ട് അങ്ങ് കലക്കി വെച്ചേക്കാം. 10 മിനിറ്റ് കലക്കി വെക്കാനാ, 10-15 മിനിറ്റ് കലക്കി വെക്കാനാ പറഞ്ഞിരിക്കുന്നത് ഈ പൊടി. പക്ഷെ ഞാൻ ഇന്നിപ്പോൾ ഓവർനൈറ്റ് അങ്ങ് വെക്കുക. രാവിലെ കുളിക്കുന്നതിന് മുമ്പ് ആരൻ പോയി കഴിയുമ്പോൾ അങ്ങ് തലയിൽ തേച്ചേക്കാം, എന്നിട്ട് ജോലി ചെയ്തുകൊണ്ട് നടക്കാം, അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഷമാനികാറിൻ്റെ ഈ മൈലാഞ്ചിപ്പൊടി എന്ന് പറയുന്ന ഈ മിക്സ്, പക്ഷേ ഇത് ഇത്രയും സംഗതികൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്ന് ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു പേരും ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതാ നെല്ലിക്ക മാത്രം മനസ്സിലായി, ബാക്കിയൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ഇത് നല്ലതായിരുന്നു. എനിക്ക് മുടിയൊന്നും പൊഴിയുന്നില്ല, വേറെ പ്രശ്നമൊന്നും വന്നില്ല. നല്ല കളറും മുടിക്ക് വന്നു, നല്ല ബ്രൗൺ വൈൽ, ഇങ്ങനെ ഈ ഡാർക്ക് നല്ല ബ്രൗൺ നമ്മൾ കളർ ചെയ്യുന്ന പോലത്തെ. ഞാൻ ഇതുവരെ കളർ ചെയ്തിട്ടില്ല, കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് തീരുമാനിച്ചേക്കുന്ന ഓവർനൈറ്റ് അങ്ങ് വെക്കാം, ഇത് കലക്കി അങ്ങ് വെക്കാം, രാവിലെ തേക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ ഷമാനികാറാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാ നമ്മുടെ പിന്നെ ഇതെന്നാണെന്നറിയാവോ, ഭൃംഗരാജ് പൊടി എന്ന് വെച്ചാൽ കയ്യഞ്ഞിപ്പൊടി. ഇത് ഞാൻ ഓൺലൈൻ വരുത്തിച്ച കയ്യഞ്ഞപ്പൊടി. പിന്നെ വേറെ നെല്ലിക്ക ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്, അതുകൊണ്ട് നെല്ലിക്കാപ്പൊടി ചേർക്കുന്നില്ല. പിന്നെ ഇതാ നീലയമരി, ഇതും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് വെച്ചേക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നാളെ നീലയമരി പിന്നെ ചെറു ചൂടുവെള്ളത്തിൽ കലക്കണമെന്നൊക്കെയാണ്. അതുപോലെ മൈലാഞ്ചിയുടെ കൂടെ നീലയമരി തേക്കാതെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് പിറ്റേ ദിവസം കലക്കി തലേദിവസം വെച്ച് പിറ്റേ ദിവസം തേക്കണമെന്നൊക്കെയാണ്. ഞാൻ എന്തായാലും ഇതിങ്ങനെ ഇപ്പം ഇങ്ങനെ നോക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാം, നീലയമരിയും നമ്മുടെ ഭൃംഗരാജും ഈ ഷമാനികാറും കൂടെ അങ്ങ് കലക്കി വെക്കാം. ഓക്കെ, ഇതാ നമ്മളെല്ലാം കലക്കി വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് നാളെ രാവിലെ എടുത്ത് തേക്കാം കേട്ടോ. ഞാൻ ചെറു ചൂടുവെള്ളം അങ്ങ് ഒഴിച്ചു, നീലയമരി ഉള്ളതുകൊണ്ടേ. ഇതാ ഇനിയിപ്പം നാളെ രാവിലെ തേക്കാമേ. ഓക്കേ, രാവിലെ നമ്മുടെ ആരൻകുട്ടനൊക്കെ പോയേ. ദാ നമ്മൾ ഇന്നലെ രാത്രി കലക്കി വെച്ച സാധനം ഞാൻ ഇളക്കിയില്ല. ഞാൻ കഴിച്ചൊക്കെ കഴിഞ്ഞു, പണിയെല്ലാം ഒന്ന് ഒതുക്കി. പിന്നെ ഒന്ന് പണിയെല്ലാം ഒതുക്കിയെന്ന് വെച്ചാൽ അങ്ങനെ വലിയ പണിയില്ലായിരുന്നു, പാചകമൊന്നും ഇല്ല, എല്ലാം ഇരിപ്പുണ്ട്. അപ്പം ചിലപ്പോഴാണെങ്കിൽ എനിക്ക് ഉച്ച കഴിഞ്ഞ് പാലാ വരെ ഒന്ന്, അമ്മ വീട് വരെ ഒന്ന് പോകണം. ഇപ്പം അവിടെ നിന്നൊരു വിളി വന്നു, ഒരു അമ്മച്ചി മരിക്കാറായി കിടക്കുന്നു, പക്ഷേ ആ അമ്മച്ചിക്ക് ചക്ക കഴിക്കണമെന്ന്. അപ്പം പാലാ മുഴുവൻ തപ്പിയിട്ടില്ല. നോക്കിയേ, കോട്ടയം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ കോട്ടയത്ത് സ്ഥലം വാങ്ങിക്കുക, താമസിക്കുക കേട്ടോ. എല്ലാ കാര്യവും ഇപ്പോൾ കോട്ടയത്താണ് കിട്ടുന്നതെന്ന് മനസ്സിലായല്ലോ. പാലായിൽ പോലും ചക്കയില്ല. കോട്ടയത്ത് 365 ദിവസവും
ചക്ക കിട്ടും. നായൂർ ചക്കയുടെ തോട്ടം ഇവിടെ ഉണ്ട്. ഞങ്ങൾ താമസിക്കുന്നതിന് 1 കിലോമീറ്റർ അപ്പുറത്ത് തോട്ടം. അപ്പം അവിടെ വിളിച്ച് ചോദിച്ചപ്പം ഉണ്ട്, കിലോയ്ക്ക് 40 രൂപയാന്ന് പറഞ്ഞു. ഞാൻ അവിടെ വിളിച്ച് ബുക്ക് ചെയ്തു. അപ്പം ചക്കയായിട്ട് ഒരു ചേട്ടൻ വരും. വൈകുന്നേരം ആരൻ വന്നു കഴിയുമ്പോൾ ദൈവം സഹായിച്ചാൽ പോയി ആ ചക്ക കൊണ്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം അമ്മച്ചിയും ഒക്കെ ഒന്ന് കാണാം. അപ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ അമ്മായിമ്മയാണ്. അപ്പോൾ ഞാൻ ഓർത്തന്ന രാവിലെ തന്നെ ഇതെല്ലാം ഒന്ന് തേച്ചേക്കാവുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ മൈലാഞ്ചിപ്പൊടി ഷമാനിഹാർ കലക്കിയപ്പോൾ നല്ല കടും ബ്രൗൺ അല്ലായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് ഈ വീഡിയോയ്ക്കകത്ത് ബ്രൗണായിട്ട് കാണുന്നില്ലെങ്കിലും നല്ല സൂപ്പർ ബ്രൗൺ ആണേ. അതെങ്ങനെ ഇനി പറഞ്ഞ് മനസ്സിലാക്കുന്നതെന്ന് അറിയത്തില്ല. ഇപ്പം ബ്രൗൺ ആയിട്ട് കാണുന്നില്ല, അടുപ്പിച്ച് പിടിച്ചോണ്ടാണ് പച്ചയായിട്ട് തോന്നി. പച്ച നമ്മുടെ പിന്നെ ഷമാനിഹാറും പിന്നെ എന്തായിരുന്നു തേച്ച് നീലയമരിപ്പൊടിയും ഇട്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഒരു രാത്രി മുഴുവൻ കലക്കി വെച്ചതാണ് ഇത്. പക്ഷേ അടുപ്പിച്ച് പിടിക്കുമ്പോൾ കളർ വേറെ ആണെങ്കിലും ബ്രൗൺ കളറാണ്. എന്തായാലും ഇത് തേച്ച് പിടിപ്പിക്കാൻ പോവാം. തേച്ച് പിടിപ്പിച്ച് ഒരു 1-2 മണിക്കൂർ ഇരിക്കട്ടെ, എന്നിട്ട് കഴുകി കളയാം. അപ്പോൾ എനിക്ക് വൈകുന്നേരം പോകേണ്ടിയാണ്ട് മുടിയൊന്ന് വൃത്തിക്കിരിക്കുമല്ലോ. ഇരുന്നോട്ടെ. ഇപ്പോഴും വൃത്തിക്ക് അത് തന്നെയാണ് ഇരിക്കുന്ന, മുടിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒന്നുകൂടെ ഒന്ന് റെഡി ആകട്ടെ. അപ്പോൾ ഞാനിതൊന്ന് തേക്കട്ടെ കേട്ടോ. ചക്ക കൊണ്ടുവരുമ്പോൾ അത് വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാവേ, ഷോർട്സായിട്ട്. കോട്ടയത്ത് വന്ന 365 ദിവസവും ചക്ക കിട്ടും. ഫോൺ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കാം. ഒരു വിൽസൺ ചേട്ടൻ തോട്ടക്കാരൻ. അപ്പം വിളിച്ചാൽ മതി, വന്നാൽ മതി. കിലോയ്ക്ക് 40 രൂപ കേട്ടോ. 5 കിലോ മുതലുള്ള ചക്കയുണ്ട്, ആയൂർ ചക്ക. ഇപ്പം അവിടെ ഒരു പഴുത്തതും പച്ചയും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്കും വേണം. എൻ്റെ പ്ലാവയിലെ ചക്ക മൂത്ത് വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. ഇത് തലയിൽ തേച്ചിട്ട് കഴുകിയിട്ടൊക്കെ പിന്നെ കാണാം കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ. കോരംകുഴിക്കാരല്ല അമ്മച്ചി. അമ്മച്ചി ചക്ക കഴിക്കാം. ഇനിയും കാപ്പിയും ഇതൊക്കെ കുടിച്ചുകൊണ്ടൊന്നും മിണ്ടത്തില്ലായിരിക്കും. ചക്ക കഴിക്കാം, പ്രാർത്ഥിക്കാം. യേശുപ്പച്ച സ്തോത്രം പറഞ്ഞേ. അമ്മച്ചി അമ്മച്ചി സ്തോത്രം പറഞ്ഞേ. മുഖം കഴിക്കണ്ടേ, മുഖം കഴിക്കണ്ടേ. അമ്മ എന്നാ കഴിക്കുന്നേ? ചക്ക. എൻ്റെ ദൈവമേ, സന്തോഷം. കൊടുക്കാൻ പറ്റും. കൊടുക്കല്ല പാത്രത്തിലേ. തൂരാണ് കളഞ്ഞ, തൂരാണ് കളഞ്ഞ ചക്ക. അമ്മേ 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 കണ്ണോട്ട് വിളിച്ചേ. കണ്ണോട്ട് വിളിച്ചു. വേറെ ലൈറ്റ് ഇല്ലേ ചേച്ചി? ലൈറ്റേ ഉള്ളൂ. ചക്ക തിന്നോ, ചക്ക തിന്നോ. ചക്കയാണോ 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 വീഴുന്നേ? ചക്കയാണോ തരുന്നതെന്ന്? അതെയോ? ക്ലിയർ ആയിട്ടാ പറയുന്നേ. അമ്പടി കള്ളി. ഇത് കപ്പയല്ലേ?
കൊതി തീരെ കഴിച്ചോ. അമ്മയ്ക്ക് കൊതിയില്ലെന്ന്. കൊതിയുള്ളവരാണ് തിന്നാണെന്ന് പറഞ്ഞു. വൈകുന്നേരം വന്നപ്പോൾ ഞാൻ ചോദിച്ചു